ആണ്ടുവട്ടത്തിലെ 21 ഞായർ നാം ഇന്ന് ആഘോഷിക്കുന്നു. താനും കുടുംബവും ദൈവത്തെ സേവിക്കുമെന്ന് ജോഷുവയുടെ സ്വരം ശ്രവിച്ചപ്പോൾ ഇസ്രായേൽ ജനം മുഴുവനും തങ്ങളും ദൈവത്തെ ശുശ്രൂഷിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നത് ഇന്നത്തെ ആദ്യ വായനയിലും, ക്രിസ്തുവാണ് സഭയുടെ ശിരസ്സെന്നും നാം എല്ലാം അവൻ്റെ ശരീരഭാഗങ്ങളാണെന്നും ഇന്നത്തെ രണ്ടാം വായനയിലും, തൻ്റെ തിരുശരീര രക്തങ്ങൾ ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും ക്രിസ്തു ആവശ്യപ്പെടുമ്പോൾ അത് ഉൾക്കൊള്ളുവാൻ കഴിയാതെ അനേകർ അവനെ പിരിഞ്ഞു പോകുമ്പോഴും, ഞങ്ങൾ ആരുടെ പക്കൽ പോകും? നിന്റെ പക്കൽ നിത്യജീവന്റെ വചസ്സുകളുണ്ട് എന്ന് പറയുന്ന പത്രോസിനെയും നാം ഇന്ന് സുവിശേഷത്തിലൂടെ ദർശിക്കുന്നു. ദൈവം ഓരോ മനുഷ്യനും നൽകിയിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും വേദനകളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ വരുമ്പോഴാണ് ദൈവത്തെ കൂട്ടുനിൽക്കുവാനും ദൈവത്തിൽ നിന്നും അകന്നു പോകുവാനും മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. ജോഷുവയുടെ വാക്കുകൾ ശ്രവിച്ച് ഇസ്രായേൽ ജനം ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും ദൈവത്തെ ശുശ്രൂഷിക്കുവാനും പ്രേരിതരാകുന്നു. നാം ഇന്നത്തെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തുവിൽ നിത്യജീവന്റെ വാക്കുകൾ ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന പത്രോസിനെ നാം ഇന്ന് കണ്ടുമുട്ടുന്നു. ദൈവം തൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരോടൊപ്പം ഉണ്ട്, അവർക്ക് വേണ്ടുന്നതെല്ലാം നൽകുന്നു. നമ്മോടൊപ്പം അവൻ ഉള്ളതിനാൽ നിത്യജീവന്റെ വാക്കുകൾ അവൻ നമ്മളിലൂടെ അരുൾ ചെയ്യുമ്പോൾ അത് ശ്രവിക്കുവാനും മറ്റുള്ളവർക്ക് പ്രചോദനമായി ജോഷുവയെ പോലെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തെ സേവിച്ചുകൊണ്ട് ജീവിക്കുവാനും നാം ശ്രമിക്കും. അതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം.